ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള 2 റെസിപ്പീസും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ലോഗ് ഇഷ്ടമാവുമായിരിക്കും. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ആക്കുക കേട്ടോ. എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ലോഗ് കണ്ടോക്കാം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഉച്ചയാകാനായരാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ വിചാരിച്ചത്. മുറ്റത്ത് കുറേ നാളായിട്ട് ഈ കപ്പ തൈയുണ്ട് കേട്ടോ. കപ്പ, മരച്ചീനി, കൊള്ളിക്ക അങ്ങനെയെല്ലാം പറയും. അപ്പോൾ ഈ ഒരു കപ്പയും ബീഫും ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായി നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ നട്ടിട്ട് കണ്ടേരെ വലിയ വളർന്ന് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് ഇത് പറിച്ച് നോക്കണം, ഇതിൻ്റെ അടിയിൽ കിഴങ്ങെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ വ്ളോഗും കൂടി എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല ഇത് ഇറങ്ങിയിട്ട് കണിഞ്ഞൊരവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇത് അറിയാത്ത ആരോ നട്ടിയ ഒരു കപ്പ നട്ടിട്ടുള്ളത്. കാര്യം സാധാരണ നമ്മൾ ഈ വീഡിയോസിലെല്ലാം കാണുന്നില്ലേ, കപ്പ ഇങ്ങനെ മണ്ണെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ കുഴിച്ചിടേ വേണ്ടു. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ വലിയ കുയ്യെടുത്തിട്ട് അതിൽ തന്നെ അങ്ങ് കുഴിച്ചിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പ അങ്ങ് ഇറങ്ങിയത് വലിയ കുഴി കുത്തിയിട്ട് എടുക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ ഇല്ലത്. കാരണം ഇത് കുറേ മണ്ണ് ഇളക്കി ഞാനൊരു പരുവത്തിലായിട്ടുണ്ടായിന് ഇത് എടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം നല്ലൊരു ബാക്ക് പെയിനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെയ്യാത്തൊരു പണി നമുക്ക് ഫസ്റ്റ് ടൈമെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് ബാക്ക് പെയിൻ എല്ലാം ഇല്ലോണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ പണിക്കൊന്നും പോക്കില്ല കേട്ടോ. അതെല്ലാം നമ്മൾ നല്ല ഇങ്ങനത്തെ കളക്കുന്ന ആ ഒരു ഇതെല്ലാം നമ്മൾ ചെയ്യാത്ത പണിയായിരിക്കുമല്ലോ. നമ്മൾ ഇങ്ങനത്തെ എല്ലാം എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മാവും എല്ലാവരും കൂടി അതിസാഹസികമായിട്ടാണ് ഈ കപ്പ പറിച്ചെടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല കുഴിച്ച് ലാസ്റ്റാണ് ഇത് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഇത് ഇടയ്ക്കൊന്നും പറിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇത് മണ്ണിൻ്റെ ഉള്ളിൽ ഇല്ലതെന്നും നമുക്ക് തിരിയൂലല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹംദാന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ. കാരണം ഓന് ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം കിട്ടുമെന്ന് ഓന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഓനെ അറിയുന്നില്ല ഇതെന്നാ ഇവർ ചെയ്യുന്ന കുഴിച്ചിട്ട് എന്നാ ഇതിൽ നിന്ന് എടുക്കുന്നതെന്ന്. ലാസ്റ്റ് ഇത് ഇങ്ങനെ കപ്പയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. കാരണം ഷോപ്പിലെല്ലാം ഈ കാണുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. ഈ ചെറിയ മക്കൾക്ക് ഈ ഫസ്റ്റ് ടൈമായിട്ടല്ല ഓരോ കാര്യങ്ങൾ അവർ കണ്ട് വരുന്നതല്ല ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഓന് നല്ലോണം ഉണ്ടായിന്. അപ്പോൾ ആടുന്ന് കുറച്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഇതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഫ്രണ്ട് ഭാഗത്തും കുറച്ചെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആളെ കൂട്ടിയിട്ട് നട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീസണും കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ വെറുതെ നട്ടു കൊടുത്ത് ആയിട്ടുണ്ടെങ്കിൽ പറിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈടെയൊന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ഇത് ഈ ഒരു പൂഴിയിലൊരു സ്ഥലമാണിത്. അപ്പോൾ മറ്റേ സ്ഥലമെല്ലാം മണ്ണിട്ടിട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശീലമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ ഒരു ഇലയും ഇതെല്ലാം നല്ല പാങ്ങുണ്ടില്ലേ നടക്കാനായിട്ട്, നല്ലൊരു തണുപ്പ് ഫീലാകുന്നുണ്ട്. അപ്പോൾ ഇലേ നടക്കുമ്പോഴാണ് ഈ ഒരു തെങ്ങിൻ്റെ ആ ഒരു പൂവ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനിത് ഹംദാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം പിള്ളേർക്കെല്ലാം ഈ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ചില സാധനങ്ങളെല്ലാം അവർ ആദ്യമായിട്ട് കാണുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ ഇതെന്താണെന്നെല്ലാം. പിന്നെ നമ്മളെ ചാമ്പങ്ങ തൈയെല്ലാം മാഷാഅല്ലാ നല്ല പൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം എത്രത്തോളം ആകുന്നുണ്ട് ഇതെല്ലാം നോക്കാമല്ലോ. ഇപ്പം അതിൻ്റെ എല്ലാം സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ എല്ലാം ഒരു പൂക്കുന്നതെല്ലാം ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ചുറ്റിക്കറങ്ങി. പിന്നെ നമുക്ക് മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും ഉള്ളിലേക്ക് വരില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഉമ്മ ആ ഒരു സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഈ കപ്പ ഇടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ കുറച്ച് നമ്മൾ ആ താളുണ്ടല്ലോ, ചേമ്പ് അങ്ങനെയെല്ലാം പറയും. അപ്പോൾ ആ ഒരു സംഭവം കുറച്ച് കളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സാക്കിയാലേ കുറച്ചെങ്കിലും ബർക്കത്ത് ഉണ്ടാവും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം ഉമ്മ എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന്. അപ്പോൾ നമുക്ക് ഈ ചൂട് ആ ഒരു ഉച്ച സമയത്ത് തന്നെ മുറ്റത്തിറങ്ങിയോണ്ട് തന്നെ നല്ല പോലെ ദാഹിച്ചിട്ടൊരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഞാൻ നാരങ്ങ വെള്ളമാക്കാന്ന് പറഞ്ഞിട്ട് വേറെ ജ്യൂസ് അടിക്കേണ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ പിന്നെ എല്ലാം സാധനങ്ങളെല്ലാം ഏകദേശം കാലിയായിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ സാധനമെല്ലാം വാങ്ങിക്കാനെല്ലാം പോകണം. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് ചില സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുറത്തെല്ലാം പോയിട്ട് എല്ലാം വാങ്ങാനും വരാനെല്ലാം. ചില സമയത്ത് ഭയങ്കര മടിയാണ് എല്ലാം പുറത്തെല്ലാം പോയിട്ടെല്ലാം വാങ്ങലെല്ലാം എന്തോ ഒരു ബെനയാകലാന്ന്. അപ്പം ഏകദേശം സാധനമെല്ലാം കാലിയായി വരുന്നുണ്ട്. ഫ്രിഡ്ജെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കച്ചറ പിടിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം എല്ലാം വാങ്ങിക്കാനായിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ വേഗം നാരങ്ങ വെള്ളമെല്ലാം ആക്കി കുടിച്ചേരുന്ന തന്നെ ഒരു നല്ലൊരു ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ ആ ഉച്ച സമയത്തിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ചെയ്യാത്ത പണിയെല്ലാം നമ്മൾ എടുത്തിട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഇത് എന്താന്ന് ഈ നാരങ്ങ വെള്ളമെല്ലാം കുടിച്ചേരം പിന്നെ ഒരു എനർജി വന്ന പോലെയായി. കാരണം ആ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോഴല്ല ആ ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ മുറ്റത്തെല്ലാം പോയി ആ പണിയെല്ലാം എടുക്കാത്ത പണിയെല്ലാം ചെയ്യുമ്പം വേറെ തന്നെ ഒരു ഇത്. അപ്പോൾ ഇത് ആ ഉമ്മ ആ ഒരു സമയത്ത് നമ്മളെ കപ്പയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഫുഡൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ഉച്ചക്കേക്ക് ഇതന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ആക്കി വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ടൈമെല്ലാം ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം പിന്നെ എല്ലാം ഒരു ലേറ്റായിട്ടാണ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ പിന്നെ ലേറ്റായിട്ട് കത്തലടക്കി പിന്നെ നമുക്ക് ഈ ഉച്ചക്കത്തെ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ടായിരിക്കും വേണ്ട. പിന്നെ ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ ടൈമായിട്ടുണ്ടായിന്. ഫ്രിഡ്ജ് തുറന്ന ടൈമിൽ ഈ ഒരു മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് ഇങ്ങനെ മറന്നേ പോയിട്ടുണ്ടായിന് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേതായാലും നമുക്ക് ജ്യൂസെല്ലാം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റെല്ലാം വന്നാൽ നമുക്കിത് ഫ്രീസാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സുഖമാണ്. ആ ഒരു നല്ല ജ്യൂസ് അടിച്ചാൽ നല്ലൊരു പാങ്ങാണ് കേട്ടോ ഈ മുന്തിരി. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഇത് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം. എന്തെങ്കിലും മഞ്ഞൾ പൊടിയോ ഇല്ലെങ്കിൽ വിനീഗറെല്ലാം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കെമിക്കൽസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഫസ്റ്റ് തന്നെ ഒന്ന് കഴുകിയെടുക്കലാണ് കേട്ടോ. കാരണം ഈ മുന്തിരിയെല്ലാം ഇങ്ങനെ വാങ്ങിക്കുന്ന ടൈമിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് കഴുകിയിട്ട് വിനീഗറിലെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കലാണ്. ഇങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കും പിന്നെ കുറച്ച് ഇങ്ങനെ വിനീഗറോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയെല്ലാം ഇട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. കാരണം ഒരുപാട് എന്തെല്ലോ കെമിക്കൽസ് എല്ലാം ആയിട്ടല്ലേ ഇങ്ങനെ മരുന്നെല്ലാം അടിച്ചിട്ടല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നെല്ലാം ഒരു ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. ഇതാ നെക്സ്റ്റ് നമ്മളെ ബീഫ് കറിയെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഉള്ളി തക്കാളി അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് മെയിനായിട്ട് ഉമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ കപ്പയും ബീഫും അതെല്ലാം ഉമ്മമാരെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാകൽ. പിന്നെ എനിക്ക് ഈ കപ്പയും അതൊന്നും ആക്കിയിട്ട് വലിയൊരു വശമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും അതിന് മെനക്കെടാത്തത്. മറ്റുള്ള ഫുഡെല്ലാം ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ കപ്പ അങ്ങനത്തെ ഒന്നും ആക്കാൻ കാരണം ഞാനത് കഴിക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് കപ്പയും അതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. അതെല്ലാം ഇങ്ങനെ പച്ചയോടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും ചക്കയെല്ലാം ആ ഒരു പച്ചയോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇഷ്ടമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ആക്കണം. എനിക്കിങ്ങനെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമേ ഇല്ല. പക്ഷെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പാങ്ങാന്ന് കേട്ടോ. ഈ ഒരു ബീഫ് കറി ഉണ്ടല്ലോ അത് സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. കാരണം ഈ കപ്പേൻ്റെ എല്ലാം കൂടെ കഴിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കറിയില്ല നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്നില്ലേ. അപ്പോൾ അതിലേക്ക് 2 തക്കാളി 2 ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കുറച്ച് മതി കേട്ടോ. തക്കാളിയും ഉള്ളിയെല്ലാം കുറച്ച് മതിയാവും. പിന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന ഈ ഒരു കല്ലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കല്ല് ഞാൻ ഗൾഫിലേറെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു കല്ല് കുറേ വർഷമായി നാട്ടിലേക്ക് എത്തിച്ചിട്ട്. കാരണം ഇത് ഞാൻ ആടുന്ന ഇങ്ങനെ നമ്മൾ ഈ കോർണിഷിലെല്ലാം പോകുന്ന ടൈമിലുണ്ടല്ലോ ആ ഒരു ബീച്ച് സൈഡിലെല്ലാം പോകുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല ടൈപ്പ് കല്ലെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടേരം എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി ഈ ഒരു നല്ലൊരു ഉരുണ്ട ടൈപ്പ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു കല്ലാണ് കേട്ടോ. ഇത് കുറേ കാലമായി ഇത് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പം അന്നേരം ഞാൻ ആടുന്നും കുറേ നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഞാൻ മുന്നേ വരുമ്പോൾ കൊണ്ടതാണ് കേട്ടോ. പണ്ടേ ശരിക്കും നമ്മളുണ്ടല്ലോ ഞാൻ എല്ലാ ഡെലിവറി ടൈമിൽ നാട്ടിലേക്ക് വരും. എന്നിട്ട് നാട്ടിൽ സെറ്റിലാവും. പിന്നെ കാരണം ഡെലിവറി കഴിഞ്ഞാടന്ന് ഞാനങ്ങനെ എനിക്കെന്തോ ഇതല്ല. അപ്പം പിന്നെ നാട്ടിൽ സെറ്റിലായി. പിന്നെ വീണ്ടും ഗൾഫിലേക്ക് പോയി. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്ലും ഞാൻ ആ ഒരു ടൈമിൽ മുമ്പ് കൊണ്ടുവന്നതാണ് കേട്ടോ നാട്ടിലേക്ക്. പിന്നെ എനിക്ക് ആ ഒരു ഇടിക്കലും മിക്സിയെല്ലാം എടുക്കുന്നത് എന്തോ ഒരു ബെനയാകലാന്ന്. ഇതാകുമ്പം സിമ്പിളല്ലേ അങ്ങ് ചതച്ച് കൊടുക്കാമല്ലോ.
അപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയും കൂടി എടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ നല്ല നമ്മളെ 1 കിലോ ബീഫാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് മല്ലി മിക്സാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ബീഫിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കപ്പയും ഇങ്ങനത്തെ എല്ലാം കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമ്മൾ കപ്പയും കഴുകി ക്ലീനാക്കി കപ്പയും കൂടി ഒരുമിച്ച് തന്നെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതെല്ലാം സെറ്റാക്കി എടുക്കാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും കുറേ ടൈം പോകും. അപ്പോൾ ഇതും സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങ് വേവിച്ചെടുക്കലാണ്. പിന്നെ അതും കുറച്ച് അറിയാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ബീഫ് നേരെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്തത്. അതിനുശേഷം ഇതിൽ നിന്ന് ആ ഒരു ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. അതിനുശേഷം അതിൽ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലൊന്ന് അടച്ച് വിസിലാക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ കപ്പേൻ്റെ അവസ്ഥ കണ്ട കപ്പ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ടാന്ന് തോന്നട്ടോ. പെട്ടെന്ന് തന്നെ അത് വെന്തിട്ടുണ്ട് അതിന്. പിന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കപ്പയെല്ലാം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് മുറ്റത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് വലിയ വേവൊന്നും ഉണ്ടാവില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന കപ്പക്കെല്ലാം അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നാലും കുഴപ്പമില്ല. ആ ഒരു വെള്ളം ഊറ്റിയെടുത്തേ പിന്നെ സംഭവം സെറ്റായി കേട്ടോ. പിന്നെ ഓവറായിട്ട് നല്ല ഇടിച്ച് ചതച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല പോലെ കുക്കായിട്ടുണ്ടായിന് കേട്ടോ ഈ ഒരു കപ്പ. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പിലയും കടുകെല്ലാം ഒന്ന് കാച്ചി എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാച്ചി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കപ്പ സെറ്റായി. ഇനിയിപ്പോൾ നമ്മളെ ബീഫ് കറിയും അപ്പോഴത്തേക്ക് വിസിലെല്ലാം വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീഫ് കറിയിൽ അത്യാവശ്യം ഗ്രേവിയെല്ലാം ആയിട്ട് കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കപ്പയിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പം അത്യാവശ്യം നല്ല ഗ്രേവിയെല്ലാം വേണം. അപ്പോൾ ബീഫും നല്ല പോലെ കുക്കായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ഈ ഒരു ബീഫ് കറിയിലേക്കൊന്ന് കാച്ചി ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് മസാലയെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് നമ്മളെ നാടൻ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയെല്ലാം ഒന്ന് കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ആ വീഡിയോയിലെയോ മിസ്സായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയെല്ലാം ചേർത്ത് കൊടുത്താൽ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് കറിയും കപ്പയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ നമ്മൾ ഈ ഒരു അപ്പം മിക്സ് എല്ലാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കപ്പര ആ ഒരു മിക്സും കൂടി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാനിലേക്ക് കുറച്ച് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കപ്പ കഴിക്കാത്ത ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഗ്രേവി വേണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പയും കുറച്ച് ബീഫ് കറിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് വെറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൽ തന്നെ നല്ല പോലെ ഒന്ന് വെറ്റിച്ചെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഉള്ളിയും മല്ലിയിലയെല്ലാം വേറി കൊടുത്ത് ആ ഒരു ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒപ്പം ആ ഒരു ഇതെല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്നേരമാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് മനസ്സിലായത്. കാരണം നമ്മൾ നോർമലി ഇങ്ങനെ കപ്പയും ഇതെല്ലാം കഴിക്കുമ്പം അത്ര ടേസ്റ്റില്ല. പക്ഷേ നമ്മൾ ഈ ഒരു തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ സ്റ്റൈലിലാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ടെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഇഷ്ടത്തോടെ കാണുന്നതായിരിക്കുമല്ലേ വീഡിയോ. കാരണം
എനിക്ക് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതും എല്ലാം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ ആ ഒരു വൈറ്റി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പം എത്ര ആൾ കൂടുതൽ ടൈം വാച്ച് ചെയ്തതും എല്ലാം മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇഷ്ടമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആക്കാട്ടോ. നിങ്ങളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്തായിക്കോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ എന്തായിക്കോട്ടെ നിങ്ങൾ കമൻ്റെല്ലാം ചെയ്യണം കേട്ടോ. ആ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്തായാലും. പിന്നെന്താന്ന് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇത് ഓർമ്മ വന്നത്. കാരണം ഞാൻ നമ്മൾ ഈ അതെല്ലാം കഴിച്ച് ഒരു റെസ്റ്റ് എടുക്കലും എല്ലാം കഴിയുമ്പോഴാണാവോ ഈ മുന്തിരി ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇത് ഞാനിങ്ങനെ സൈഡിനോട്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു മുന്തിരിയെല്ലാം ഒന്ന് കഴുകി പുഴുങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും അങ്ങ് റെഡിയായല്ല. പിന്നെ നൈറ്റ് പിന്നെ ചിന്തിക്കുക വേണ്ട കേട്ടോ. കാരണം ബീഫ് കറി ഇല്ലോണ്ട് തന്നെ മക്കൾസിന് നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്നാണ് കേട്ടോ പ്ലാനില്ലത്. പിന്നെ അവരങ്ങനെ രാത്രിയിൽ ഫുഡ് കഴിക്കൽ കുറവാണ്. കാരണം വൈകുന്നേരം എന്തെങ്കിലും ഹെവി ആയിട്ടെല്ലാം കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കായാലും അതെ, കുറച്ച് എന്തെങ്കിലും അധികം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് ഫുഡ് വേണ്ടി വരികയേ ചെയ്യില്ല. പിന്നെ ഇപ്പം വേഗമല്ലേ മഗ്‌രിബ് ബാങ്കെല്ലാം വേഗം കൊടുക്കുന്നില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ രാത്രിയായി. പിന്നെ 6 മണി 6:30 ടൈമിലെല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരുപാട് സമയമാണ്. ഇപ്പോൾ നേരെ തിരിച്ചായി. രാത്രിയിൽ ടൈം പോവുകയേ ചെയ്യില്ല. കാരണം ആ ഒരു മെയിൻ നമ്മൾ ആ ഒരു രാത്രിയിലുള്ള ആ ഒരു ഫുഡ് അടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുന്തിരിയെല്ലാം നല്ല പോലെ ഒന്ന് വാഷാക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ നാട്ടിലും ഇതാക്കലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം എല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. മുന്തിരിയെല്ലാം കിട്ടിയാൽ നമ്മളെ ജ്യൂസ് അടിക്കാനെല്ലാം നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേഗം ജ്യൂസ് ആക്കാനെല്ലാം നല്ല സുഖമാണ്. അപ്പോൾ ഞാനിത് ഇതിൽ തന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് പുഴുങ്ങിയെടുക്കൽ. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ജ്യൂസ് ആക്കുമ്പം പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഇതിങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഇത് അരച്ചിട്ടെല്ലാം ഫ്രീസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ പിന്നെ കുറച്ചും കൂടിയും ഈസിയാണ്. കാരണം വേഗം ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ അരിക്കേണ്ട പണിയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇതിൽ വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ക്യൂബ്സ് പോലെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അരിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മൊത്തത്തിലൊന്ന് പിന്നെ ഇതിൽ ഓവറായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒന്നും പണിയില്ല. നമ്മളിത് കഴുകിയെടുക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മുങ്ങുന്ന ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത് തണിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഗസ്റ്റെല്ലാം വരുമ്പം അതിൽ നിന്ന് എടുക്കുക, ജ്യൂസ് അടിക്കുക, കൊടുക്കുക, അത്രേ പണിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ എനിക്ക് ഈ ചെടിയും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ആക്കാനോ ഇപ്പം അതൊന്നും ആക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് നല്ല ബാക്ക് പെയിൻ്റെ പ്രോബ്ലം നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളക്കലും മാന്തലെല്ലാം ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ആളെ വിളിച്ചിട്ട് ചെയ്യിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഈ ചെടിച്ചട്ടിയെല്ലാം പൊക്കലും പിന്നെ ആ ഒരു മണ്ണിലിങ്ങനെ കളക്കലെല്ലാം അത്യാവശ്യം നല്ല പണി കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. മുമ്പെല്ലാം എനിക്ക് ഒരുപാട് ചെടീൻ്റെ കളക്ഷനെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിന്. എല്ലാവരും പറയലാണ് ആ ചെടിയിലെ വീടല്ലേ എന്ന് ചോദിക്കും. അത്രയും ചെടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ മക്കളെല്ലാം ആയി പിന്നെ നമ്മളെ ശ്രദ്ധിക്കാണ്ടായി. പിന്നെ അതെല്ലാം ഒരു മെയിൻ്റെന്നേ വിട്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ആ ഒരു ഇഷ്ടം എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചെടീനോടുണ്ട്. അപ്പം ഞാൻ നമ്മളെ മണി പ്ലാന്റിൻ്റെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. ആ ഒരു കിച്ചണിലെല്ലാം വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പുറത്തേക്ക് നടന്ന ടൈമിലുണ്ടല്ലോ ആ ഒരു തൈക്കൊണ്ടുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ആ ഒരു അതിൻ്റെ ചെറിയൊരു പീസ്. അപ്പോൾ ഇതെല്ലാം എയിലെയോ ആടെ എവിടെയോ പീസ് ഇങ്ങനെ വീണേരം അവിടെ തന്നെ അങ്ങനെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അതിലേ നടന്നേരം എനിക്കിങ്ങനെ കണ്ടേരം ഞാൻ അന്നേരേ വിചാരിച്ചിട്ടുണ്ടായി ഇതെല്ലാം പറിച്ച് ചട്ടിയിൽ നടാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ വരുന്നത്. ആ ഒരു വൈറ്റും ഗ്രീനും മിക്സ് നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഇതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനും കുറച്ച് ടൈം എടുക്കും. കാരണം ഇതിലിപ്പോൾ ഞാൻ ഒന്നേ തുടങ്ങി. ഇതെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം എപ്പോൾ നാട്ടിൽ വരുന്ന ടൈമിൽ നമ്മളെല്ലാം ഇതെല്ലാം സെറ്റാക്കും. പിന്നെ വീണ്ടും പോവും, വീണ്ടും സെറ്റാക്കി ഇതന്നെ പണി കിട്ടാം. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച എന്തായാലും ഇതെല്ലാം നോക്കി റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആയല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് നിർത്തി നോക്കി ആക്കെല്ലാം ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ
ഇതിൽ നിന്നെല്ലാം പറിച്ചിട്ട് എന്താണ് ചെറിയൊരു ചെറിയൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കലാണ് കേട്ടോ ഇത്. പിന്നെ വലിയ മാന്താനും കളക്കാനൊന്നും പോകണ്ടല്ലോ ഇതാവുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കൊന്നും വലിയ പാങ്ങൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ചില ആൾക്കാരുണ്ടാവും നല്ല ഇഷ്ടം ഉണ്ടാവുന്ന ഈ ചെടിയും ഇതെല്ലാം ആക്കാനല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഈ ചെടിയൊന്നും വലിയ താല്പര്യമേ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാനും കുറേ ആളെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചെടിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ എന്തെങ്കിലും പച്ചക്കറി ചെയ്യാൻ പറ്റുന്ന നട്, എന്തിനാണ് ഈ ചെടിയെല്ലാം നട്ട് ഇതാക്കുന്നതെന്ന്. പക്ഷെ അതങ്ങനെയല്ല, നമുക്ക് ഓരോരാൾക്ക് ഓരോരോ മൈൻഡല്ലേ. ചിലയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പച്ചക്കറി, പക്ഷെ അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നേ ഇല്ലു. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ പിന്നെ നമുക്ക് പറ്റുന്ന പണിക്കല്ലേ ഇപ്പോൾ പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കളക്ഷനെല്ലാം അങ്ങനെ ആക്കലാണ് കേട്ടോ. എന്തോ ഒരു ഇഷ്ടമാണ് ഇതിനോട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടില്ല. ചില ആൾ ഇത് പ്രാന്ത് എന്നെല്ലാം പറയും. കാരണം ഈ ചെടിനോടെല്ലാം ഇങ്ങനെ കളിക്കുമ്പം അറിയും. കാരണം ചെടി നമുക്ക് എന്താ തരുന്നത്, വല്ല പച്ചക്കറി ആണെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും. പക്ഷെ ചെടി നടുമ്പോൾ ഉണ്ടല്ല വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. മനസ്സിൽ വേറെ തന്നെ ഒരു സന്തോഷമാണ് ശരിക്കും. നല്ലൊരു രസമല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെടിയെല്ലാം നട്ട് അതിലൊരു ഫ്ലവറെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ. നമ്മളെ മക്കളെ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് അല്ലേ. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെടിയോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നട്ടിട്ട് നമ്മളെ കൈകൊണ്ട് നട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആയി വരുമ്പോൾ ഉണ്ടല്ല ഭയങ്കര സന്തോഷമാണ്. അതൊന്നും നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് എവിടുന്നും കിട്ടൂല. നമുക്ക് സ്വന്തമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ല നമുക്ക് സന്തോഷം താനേ വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തന്നെ പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയെല്ലാം ഉള്ളൊരു മൈൻഡിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങളും അങ്ങനെയെല്ലാമെന്നെല്ലാം കമൻ്റ് ആക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും കുറച്ച് ചില്ലറ ചെടികളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം ഒന്ന് വെള്ളമെല്ലാം നനച്ച് കൊടുക്കുക. കാരണം ഇതെന്തായാലും ഇതൊന്ന് റീപ്ലാന്റേഷൻ എല്ലാം നടത്തണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലെല്ലാം മാറ്റി അതിൽ നിന്ന് നല്ലതെല്ലാം നോക്കിയെടുത്ത് അങ്ങനെയെല്ലാം കേട്ടോ ചെയ്യാനില്ലത്. കുറേ നല്ല ചെടികളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം കാടും ചെടിയും എല്ലാം ഒന്നായിട്ട് ഒന്നും തിരിയുന്നില്ല. അങ്ങനെയാണ് കേട്ടോ ഇല്ലത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി നല്ല അടിപൊളിയായിട്ടെല്ലാം വെക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിന് ഇങ്ങനെ ആളെല്ലാം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം സാധിക്കുമല്ലോ. മുമ്പെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും, പക്ഷേ ഇപ്പം പറ്റാത്തതുകൊണ്ട് പിന്നെ ഇനി എന്തായാലും ഹെൽപ്പില്ലാണ്ട് ഒന്നും നടക്കില്ല. കാരണം എനിക്ക് ബാക്കി കുക്കിംഗ് എല്ലാം എനിക്ക് ആരെയും ഹെൽപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ള എന്ത് പണിയും എനിക്ക് നല്ല ഹെൽപ്പ് വേണം ആരെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനിതെല്ലാം വെള്ളമെല്ലാം അടിച്ച് മൊത്തം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങിയ ടൈമിൽ കുറച്ച് പുറത്തുനിന്ന് ഇങ്ങനത്തെ എല്ലാം കുറച്ച് ചെടിയെല്ലാം പറിച്ചിട്ട് നമ്മളിങ്ങനത്തെ ഈ ഭരണിയിലെല്ലാം ഇട്ട് വെക്കലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഉപ്പും കല്ലുപ്പ് പൊടിയുപ്പെല്ലാം ഇട്ട് വെക്കുന്ന ആ ഒരു ഭരണിയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ മൂടിയെല്ലാം പൊട്ടിയോണ്ട് പിന്നെ അത് കളയാനേ തോന്നില്ല, നല്ലൊരു പാങ്ങുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ എല്ലാം ഈ ചില ഷോർട്സിലെല്ലാം കാണാട്ടെ ഈ ഒരു ഇങ്ങനെയെല്ലാം ഇട്ട് വെച്ചിട്ട് നല്ലൊരു പാങ്ങുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ആടിയിടെല്ലായിട്ട് ഇതെല്ലാം മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെടിയെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് പൈസ കൊടുത്തിട്ടെല്ലാം വാങ്ങിച്ചതായിരുന്നു കേട്ടോ നഴ്സറിയിൽ നിന്നെല്ലാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ആ ഒരു റൂട്ട് ഓരോ ഭാഗത്ത് പോയിട്ട് ഇപ്പം വളപ്പ് നിറച്ചും ഇങ്ങനത്തെ എല്ലാം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ചെടി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതെല്ലാം കാട് പോലെ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കിച്ചണിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ലൊരു പാങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. വേറെ ഒന്നുമില്ല. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.